സുന്ദരീസ്. അപ്പൊ നമ്മൾ ഇവന്റിന് പോകാൻ വേണ്ടിട്ട് നമ്മൾ ഗൂഗിൾ ഇവന്റിന് വേണ്ടി പോവാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെറിയ സീൻ ഉണ്ട്, അറിയില്ല കേട്ടോ. ഇവിടെ ഭയങ്കര മഴ ആയതുകൊണ്ട് ഇന്നലെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു ഭാഗം തകർന്നു വീണെന്നൊക്കെ പറയും. ടെർമിനൽ 1 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ടെർമിനൽ 2 ഫ്ലൈറ്റ്. അതെ, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുന്നു. അപ്പൊ ഞാനിവിടെ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല, എല്ലാ ഫ്ലൈറ്റും ക്യാൻസൽ ആയി. പുള്ളി ഭയങ്കര സന്തോഷമായി, എല്ലാ ഫ്ലൈറ്റും ക്യാൻസൽ ആയി, ഇനി ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയണേ. പക്ഷെ അങ്ങനെ ആവാൻ വഴിയില്ല അല്ലെ, ഭയങ്കര ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വന്നാണ്. പക്ഷെ ഇന്നിപ്പോ ടുഡേ 28 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ. ചെല്ലുമ്പോ എയർപോർട്ടിൽ നമ്മൾ താമസിക്കുന്നിടത്ത് വലിയ ദൂരമില്ല എയർപോർട്ടിലോട്ട്. അതെ, പക്ഷെ ഇപ്പൊ നമ്മള് പോണത് നല്ല ഷോക്കാണ് കേട്ടോ. അതെ, ഭയങ്കര ട്രാഫിക് ആണ്. ഒരു മഴയുടെ പ്രശ്നം പറഞ്ഞ ഇന്നലെ രാത്രി പെയ്ത ഒറ്റ മഴയുടെ അവസ്ഥ. പക്ഷെ അത് ഭീകരമായിട്ടൊന്നും പെയ്തില്ല അല്ലെ, നമ്മൾ അറിഞ്ഞൊന്നുമില്ലായിരുന്നു. നമ്മള് സരോജിനി മാർക്കറ്റിൽ നടന്നതിന്റെ ക്ഷീണത്താൽ നമ്മൾ തളർന്നുറങ്ങിപ്പോയി. എന്നിട്ട് എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ആടിപ്പാടി വന്നപ്പോഴേക്കും ഒരു സമയം ലേറ്റ് ആയി. ഞാനും ഇവളൊക്കെ ആണെങ്കിൽ എപ്പോഴും ലേറ്റാ. അതെ, ഞങ്ങളൊക്കെ ഭയങ്കര കൃത്യനിഷ്ഠയില്ല, ഞങ്ങൾക്ക് റെഡിയായൊക്കെ വരാൻ സമയം. പിന്നെ ഷൂട്ടൊക്കെ ചെയ്ത് പറഞ്ഞൊക്കെ വരുമ്പോഴേക്കും സമയം എടുക്കും. പക്ഷെ ആള് നമ്മളെ എത്തിക്കും. പിന്നെ കുഴപ്പമൊന്നുമില്ല, 4 മണി 4 വരെ പരിപാടി ഉണ്ട്, നമുക്ക് സീനില്ല, നമുക്ക് പോവാം. നല്ലൊരു സന്തോഷം. പണ്ടൊക്കെ ഇങ്ങനെ പറയില്ലേ ഗൂഗിളിൽ ജോലി കിട്ടുക, നമ്മളൊക്കെ ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു, എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് പോവാൻ പറ്റുക വലിയ കാര്യം, ഭയങ്കര വലിയ കാര്യം. അതൊരു സന്തോഷമാണ്. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് പോവാം. കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ, നല്ല വലിയ റോഡുമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നീങ്ങുന്നുണ്ട്, വലിയ വൈകാണ്ട് തന്നെ നമ്മൾ എത്തുകയും ചെയ്യട്ടത്. അങ്ങനെ എത്തി നമ്മൾ ഗൂഗിൾ ഓഫീസിലെത്തി. ആദ്യം കയറിയപ്പോൾ കുറച്ച് ചെക്കിങ്ങും പിന്നെ നമുക്ക് ടാഗും അങ്ങനെയൊക്കെ തരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ദേ അകത്തേക്ക് കയറി. കുറച്ചധികം പേരുണ്ടായിരുന്നു കേട്ടോ, ഒരു 50 പേരൊക്കെ എന്തായാലും ഉണ്ട്. പിന്നെ ദേ എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ, കല്യാണി, അൻവർ, രവീണ, നെറിനൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് കണ്ടത്, അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അൻവറിനെയും നെറിനെയും ഓൾറെഡി ഞാൻ ഇവൻറ്റിൽ കണ്ടിട്ടുള്ളതാണ്, ലാസ്റ്റ് ഇവൻറ്റിന്. ബാക്കി കല്യാണിയും പിന്നെ രവീനെ ആദ്യമായിട്ടാണ് കണ്ടത്. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ക്ലാസ്സിന് കയറി. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സാണ്, അപ്പോൾ അത് റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇതെൻ്റെ കാലും മറ്റേത് ശരണ്യയുടെ കാലുമാണ്. ഇത് കണ്ടോ, ശരണ്യയുടെ ഹീൽസ് അടിപൊളിയായിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അവളോട് ചോദിക്കുകയും ചെയ്തു കംഫർട്ടബിൾ ആണോ, അവൾ പറഞ്ഞു ഭയങ്കര കംഫർട്ടബിളാണ് എന്ന് പറഞ്ഞു. എനിക്കും അങ്ങനത്തെ ഒരെണ്ണം മേടിക്കണം. എന്തായാലേ നമുക്കിങ്ങനെ കൂടിയുള്ള ഓരോരുത്തർ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും ഓരോ ചെരുപ്പും ഓരോ ഫോണും ഓരോന്നൊക്കെ കാണുമ്പോൾ എനിക്കാണ് ശരണ്യയുടെ ഭയങ്കര ഇഷ്ടമാണ്, അവളുടെ സ്റ്റൈലും കളക്ഷൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവളുടെ ഓരോന്നിങ്ങനെ കാണുമ്പോൾ ലിങ്ക് തരുമോ, എനിക്ക് ഇങ്ങനത്തെ വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്കും അവൾക്കും ഗ്ലാമിക്കും ഒരേ ഡ്രസ്സുണ്ട് അങ്ങനെ. അത് ഞങ്ങളങ്ങനെ നോക്കിയെടുത്തതല്ല, പക്ഷെ അങ്ങനെ ഉണ്ട്. ഒരിക്കൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇവൻ്റ് അടിപൊളിയായിരുന്നു. കുറേ ക്ലാസ്സും അങ്ങനെ കുറച്ചിങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹിമാധുരീനെ അറിയുണ്ടാവും അല്ലേ, കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. നോർത്ത് ഇന്ത്യൻ ബ്യൂട്ടി ഫാഷൻ വ്ളോഗറിനെയാണ്, ലൈഫ് സ്റ്റൈലും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ഗൂഗിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ ഭയങ്കര ബഹളമായിരുന്നു. എനിക്ക് പിന്നെ വീഡിയോസൊക്കെ എടുത്തു തന്ന ശരണ്യാണ്. ഞാൻ അവളുടെ വീഡിയോസൊക്കെ എടുത്തെടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫുൾ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ ആരെങ്കിലും വേണ്ട. അവളുടെ വ്ളോഗാണ് കേട്ടോ, ഞാനത് തന്നെ ഷൂട്ട് ചെയ്തിരുന്നതാണ്. പിന്നെ ഫുഡ് ഒരു സ്നാക്ക് പോലെ, ഞങ്ങൾക്ക് ആഫ്റ്റർനൂൺ സെഷനാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മെയിനായിട്ട് സ്നാക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ഈ ഇതുണ്ടല്ലോ, അതായത് യോഗട്ട് മാംഗോ എന്തൊരു ഡെസേർട്ടാട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും 2-3 വെച്ച് എടുക്കണ്ടായിരുന്നു, ഞാനും 2 എണ്ണം കഴിച്ചു. പിന്നെ ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞില്ലേ 1-2 വർഷം മുമ്പ് ഞാൻ മുംബൈയിലോ അങ്ങനെ എവിടെയോ പോയപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ്. ഈ ടോപ്പ് വളരെ പോപ്പുലറാണ്, ഒരു വർഷമായിട്ട് ഇത് ഒരുപാട് പേര് ഇട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവൻറ്റിന് ഇത് ഇടാനായിട്ട് എനിക്ക് എന്താ ചെയ്യുക, പക്ഷെ വേറെ ഡ്രസ്സ് മേടിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു. എനിക്ക് ഇടുമ്പോഴൊക്കെ കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ശരണ്യ പറഞ്ഞു എന്തായാലും ഇട് ചേച്ചി, ഇത് നല്ലതാണ്, ഇവൻറ്റിന് നന്നായി ചേരുമെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ക്യാബ് കിട്ടാൻ കുറച്ച് താമസം എടുത്തു കേട്ടോ.
നമുക്ക് ടെൻഷനായി, കാരണം തിരിച്ച് ഫ്ലൈറ്റിൽ പോകാനുള്ളതല്ലേ. പക്ഷെ എന്തായാലും അവസാനം കിട്ടി. അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. ഗൂഗിൾ ഇവന്റ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ അവസാനം കഷ്ടപ്പെട്ട് ക്യാബിലൊക്കെ കയറി ഇവിടെ എത്തി. ക്യാബ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. മൊത്തത്തിൽ മഴ മഴ പെയ്ത എവിടെയാണെങ്കിലും വളരെ പരിതാപകരമായ അവസ്ഥ. നമ്മുടെ നാട്ടിലാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ, ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ബുദ്ധിമുട്ടാ. എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, പോവാം, വേഗം പോവാം. ടൈമൻ എല്ലാ തവണത്തെയും പോലെ ഇപ്പോഴും നമ്മൾ ലേറ്റ് ആണ്. വേഗം പോവാം കേട്ടോ, വേഗം പോവാം. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ഇതിന് മുന്നത്തെ ഭാഗത്തൊക്കെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. അത് നല്ല ചളിവെള്ളം. പിന്നെ റോട്ടിൽ പിന്നെ തെളിഞ്ഞ വെള്ളം എന്തായാലും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ കടന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് എയർപോർട്ട് എത്തിയിട്ടോ. എയർപോർട്ടിൻ്റെ ഭാഗമൊക്കെ എത്തിയപ്പോൾ ക്ലിയർ ആയിരുന്നു. നമ്മൾ വിചാരിച്ച പോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഡൊമസ്റ്റിക്കിൻ്റെ സ്ഥലത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഡൽഹി, മുംബൈ എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടാവില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും മേടിക്കാം എന്നുള്ളത്. കണ്ടോ തിരക്ക് എന്തായാലേ. അപ്പം ആ ഭാഗത്ത് തന്നെ സബ് ഉണ്ട്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ദൂരെ ഒന്നും പോകണ്ട, അവിടെ തന്നെ സബ് മേടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കാമല്ലോ. എനിക്ക് ഇത്തിരി ടെൻഷനാണ് ഫ്ലൈറ്റ് വെച്ചപ്പോൾ അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ നിൽക്കണം. എനിക്ക് അങ്ങനെ നീങ്ങിപ്പോകാനൊക്കെ പേടിയും. അപ്പോൾ ഞാൻ അവളെയും പിടിച്ച് വെച്ച് ഞങ്ങൾ സബ് ഓർഡർ ചെയ്തു കേട്ടോ. ഞാനൊരു സബ് ഓർഡർ ചെയ്തു, അവളൊരു സബ് ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ ആ ക്യൂവിൽ തന്നെ നിന്നു. ഫ്ലൈറ്റിൽ കയറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു സാൻഡ്വിച്ച് കിട്ടും, അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ശരണിക്കും അത് നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേഗം കഴിച്ച് 3.5 മണിക്കൂർ ഫ്ലൈറ്റ് അല്ലേ, അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഉറങ്ങിയാൽ നല്ലതല്ലേ. അപ്പോൾ ആദ്യരാത്രിയാണ് നമ്മൾ എത്തുക. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടോ, ഈ പുക ഇത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇത് ACD അല്ലല്ലോ, അത് ഡിസിൻഫെക്റ്റ് ചെയ്യുന്നതാണോ എന്താണെന്ന് അറിയാമെങ്കിൽ എന്തായാലും പറയണേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങി. അപ്പോൾ പിന്നെ ഞാനും ഉറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ കൊച്ചി എത്തി. ഇതേ വരുന്നു എൻ്റെ പെട്ടി, ശരണ്യയുടെ പെട്ടിയുടെ ഒപ്പം. എന്നാൽ അത് എൻ്റെ പെട്ടി അല്ല കേട്ടോ, മാറിയെടുത്ത് ഞാൻ പെട്ടി. ഭയങ്കര അബദ്ധമായിപ്പോയി. അതെങ്ങനെ പറ്റിയെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. എന്തായാലും ഞങ്ങൾ കാറിൽ, അതായത് അവൾ വേറെയാണല്ലോ. അപ്പോൾ എന്നെ കൊണ്ടുവരാൻ ഡ്രൈവർ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 5 മിനിറ്റ് ഇങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും എയർപോർട്ടിൽ നിന്ന് കോള് വന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു പോയി. ഞാൻ പേടിച്ചിട്ടാണ് പോയത്, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഹലോ, എവിടെ 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 വിളിച്ചില്ല അല്ലേ? ഫാൻ ഓഫ് ചെയ്യട്ടെ, കുടുകൂടാതെ ശബ്ദം. അപ്പൊ ഉണ്ടല്ലോ ഇമ്മക്കുട്ടിക്ക് എന്താ സരോജിനി മാർക്കറ്റിന് കൊണ്ടുവന്നേ? ഇന്നലെ ഉണ്ടല്ലോ പാതിരാത്രിയാണ് എത്തിയത്. ഞാൻ പാതിരാത്രിയല്ല, പുലർച്ചെ 3 മണിക്ക് കേട്ടോ എത്തിയപ്പോ. അല്ല, 1 മണിയായിരുന്നു. ശരിയാണല്ലോ, ഇമ്മൂനെ അറിയാം. കാരണം ഞാൻ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇമ്മക്കുട്ടി പേടി സ്വപ്നം കണ്ടു പറഞ്ഞിട്ട് എണീറ്റു അല്ലേ? ജംസ്കേസ്. അപ്പൊ ഇമ്മക്കുട്ടിക്ക് സരോജിനി മാർക്കറ്റിൽ നിന്ന് ഞാൻ മേടിച്ച ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഈ തുമ്പിയല്ല പൂമ്പാറ്റ. അത് ഓൾറെഡി ഇമ്മക്കുട്ടി ഇതവിടെ ഒട്ടിച്ചു കേട്ടോ. അതെ, ഇത് ഫുള്ള് സരോജിനി മാർക്കറ്റ് എന്നുള്ളതാണ് സാധനങ്ങള്. ഈ ബാഗ് ഫുള്ള്. ഇഷ്ടായോ പൊന്നൂന്? ബാഗിൽ നിന്ന് പിന്നെ ഇമ്മക്കുട്ടിക്ക് ലീവാ ശനിയാഴ്ച. അങ്ങനെ നമ്മൾ ബാക്ക് ടു റുട്ടീനായി. ഏട്ടൻ തിരിച്ചുപോയി. ദാറ്റ് ഇസ് സാഡ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, തൽക്കാലത്തേക്ക് നമുക്ക് ഇങ്ങനെ വെവ്വേറെ നിൽക്കാനേ നിവൃത്തിയുള്ളൂ. പക്ഷെ കുറച്ചും കൂടി നാളിൽ നമുക്കെല്ലാം ശരിയാവും, ഒക്കെ നമുക്ക് സെറ്റിൽ ആവാവുന്ന രീതിയിൽ കാര്യങ്ങൾ റെഡിയായി വരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ ഇമ്മക്കുട്ടി ഇതേ സ്കൂളിലേക്ക് പോയി. ഞാൻ ജിമ്മിലൊക്കെ പോയി വന്നു. കുറച്ച് പണിയുണ്ടായിരുന്നു. ഇനി ഞാൻ സ്റ്റുഡിയോയിൽ മുകളിൽ പോകും. മെയിനായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ പെട്ടി മാറിപ്പോയിന്നത്. 101% എൻ്റെ മാത്രം തെറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. പക്ഷെ ഒരു ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. കുഴപ്പമുണ്ടായില്ല. അവര് നല്ലോണം ശ്രദ്ധിക്കുന്ന ആളുകളായതുകൊണ്ട് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുകയും വിളിക്കുകയും ചെയ്ത കാരണം നമുക്ക് പെട്ടെന്ന് പോയി തിരിച്ചെടുക്കാൻ പറ്റി. എയർപോർട്ടിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതെനിക്കൊരു പാടായിരുന്നു. ആദ്യമായിട്ടാട്ടോ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റണത്. അത് ശ്രദ്ധിക്കണമായിരുന്നു. പെട്ടി ഒരുപോലെയാണെങ്കിൽ നമ്മൾ ആ ടാഗ് വായിച്ചു നോക്കണമായിരുന്നു നമ്മുടെ പേരുണ്ടോ എന്നുള്ളത്. പക്ഷെ അതോടെ ഒരു കാര്യം തീരുമാനിച്ചു, ഒന്നില്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള പെട്ടി മേടിക്കുക, അതല്ലെങ്കിൽ ആ പെട്ടിക്ക് ഞാൻ അശ്വതി അശോക് കുമാറിന് ഞാൻ വലിയ പ്രിന്റ് എടുത്ത് അതിന്റെ മണ്ടയ്ക്ക് ഒട്ടിക്കാൻ പോവാം.
ഇനി പോകുമ്പോൾ ഇനി അടുത്തെന്തെങ്കിലും പോകുമ്പോൾ അതല്ലാണ്ട് നടക്കില്ല. എൻ്റെ മണ്ടത്തരം കൊണ്ട് പറ്റിയതാ. പക്ഷെ ഏട്ടനെ ഇമ്മക്കുട്ടിയും പറഞ്ഞോട്ടോ സാരില്ല, ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയതൊന്നും കുഴപ്പമില്ല. എന്നെ പിക്ക് ചെയ്യാൻ ഒരു ഡ്രൈവർ ചേട്ടനായിരുന്നു കേട്ടോ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സ്ഥിരമുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടനും പറഞ്ഞു അതൊന്നും സാരില്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ, എന്നോടുള്ള സ്നേഹം കൊണ്ട് എല്ലാവരും അങ്ങനെയല്ലേ പറയൂ. എന്നോട് എനിക്കറിയപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ആരും എന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് എനിക്ക് നല്ലോണം അറിയായിരുന്നു. അപ്പോൾ ഏട്ടനും പറഞ്ഞു. പക്ഷെ ഏട്ടൻ പറഞ്ഞു കേട്ടോ ശ്രദ്ധിക്കണം. കാരണം ആളുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ഒരു അബദ്ധം പറ്റും. ഭയങ്കര കെയർഫുള്ളാണ്, എക്സ്ട്രാ കെയർഫുൾ, കൂടുതൽ കെയർഫുൾ ആവുന്നതിന് കുഴപ്പമുള്ളൂ ഏട്ടന്. അത്ര കെയർഫുള്ളാ. എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറെ കൂടി ശ്രദ്ധിച്ചാൽ. ഇപ്പൊ ഞാൻ ആ ഒഴുക്കില് അവളും ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര ശ്രദ്ധിക്കേണ്ടി വന്നില്ല. അപ്പൊ ഏട്ടനുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഞാൻ ശ്രദ്ധിക്കില്ല. എനിക്കൊരു ബ്രെയിൻ ഉണ്ട് എന്ന് തന്നെ എനിക്ക് മനസ്സിലാവാറില്ല കേട്ടോ. ഏട്ടൻ എങ്ങനെ പോകുന്നു അതിന്റെ പിന്നാലെ പോവാന്ന്. ഏട്ടൻ ചിലപ്പോൾ പോണേന്റെ കൂടെ പോകുമ്പോൾ ഏട്ടൻ എന്നിട്ട് എന്നോട് പറയും ഞാൻ ബാത്റൂമിലേക്ക് വാഷ്റൂമിലേക്കാണ് പോണേ അങ്ങനെ പറയും. ഞാൻ അത്രയും പിന്നാലെ പോയി. ഞാൻ കുട്ടി അങ്ങനെ തന്നെയാണ്. ഒട്ടും ഞാൻ ഇത് ഉപയോഗിക്കില്ല. പക്ഷെ അതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാന്ന് പറയുന്നത് വെറുതെ പൈസ സമ്പാദിക്കുക എന്നുള്ള രീതിക്ക് മാത്രമല്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്നുള്ള രീതിക്ക് മാത്രമല്ല, നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഈവൻ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവുക. അത് എന്നുവെച്ചാൽ കറക്റ്റായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുക. ഞാനിപ്പോൾ കാണിച്ച മണ്ടത്തരം ഉണ്ടല്ലോ, അങ്ങനത്തെ ആ മണ്ടത്തരത്തിന്റെ ചില സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതൊക്കെ ഒരു ഇൻഡിപെൻഡൻസിന്റെ ഭാഗം തന്നെയാണ്. അതിലൊക്കെ ഞാൻ ലാക്ക് ചെയ്യുന്നുണ്ട് വളരെയധികം. ബെറ്റർ ആക്കണം. പക്ഷെ എന്തായാലും ഡൽഹി ട്രിപ്പ് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ഓൾ താങ്ക്സ് ടു ശരണ്യ. അതൊക്കെ പറയാണ്ടിരിക്കാൻ വയ്യ, അവളോട് മാത്രം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിൽ എന്തായാലും എനിക്കിങ്ങനെ ഒരു പോകാനൊന്നുള്ളൊരു ഇതുണ്ടാവില്ലായിരുന്നു. ഈ ഒരു സാഹചര്യം ഭയങ്കര ടൈറ്റും ആയിരുന്നു. മൊത്തത്തിൽ കുറെ വർക്കും ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഞാനത് പറഞ്ഞപ്പോൾ ഏട്ടൻ വരികയും ചെയ്തു. അതും ഉണ്ട്. ആള് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു വരാനും ഒക്കെ, ടിക്കറ്റും ഒക്കെ പ്രയാസമായിരുന്നു. പക്ഷെ ആള് പറഞ്ഞു ഇല്ല നീ എന്തായാലും പോകണം, ഗൂഗിൾ ഓഫീസിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, അത് എന്തായാലും പോകുമെന്ന് പറഞ്ഞിട്ട് ആള് ഒരുവിധം ഓടിപ്പിടഞ്ഞു വന്നു. അമ്മയുണ്ട്, അമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്നുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ ആരെങ്കിലും ഒരാൾ വേണമെന്ന് ഞങ്ങൾക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾ മുന്നേ തീരുമാനിച്ചു, നാട്ടിൽ വരുമ്പോൾ തീരുമാനിച്ചതാണ്. ഇമ്മക്കുട്ടിയെ, അതായത് ഞങ്ങൾ എന്തെങ്കിലും വർക്കിന് വേണ്ടിയിട്ടാകുമ്പോൾ, അതല്ലെങ്കിൽ ഏട്ടനാണല്ലോ വേറെ സ്ഥലത്തില്ല, ഞാനാണ് ഇമ്മക്കുട്ടിയുടെ കൂടിയുള്ളത്. ഞാൻ എന്തെങ്കിലും വർക്കിന് പോകുമ്പോൾ ഏട്ടൻ എന്തായാലും വരും, എങ്ങനെയെങ്കിലും വരും എന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചിട്ടായി അങ്ങനെ ഒരു ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുട്ടിക്കൊരു പ്രയാസം തോന്നരുതല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവരെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കല്യാണി രവീന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മെറിനും അൻവറിനെയും ഞാൻ ഓൾറെഡി ഇതിനു മുന്നേ ഇവനിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാ. അപ്പൊ എനിക്ക് ഇവരെ പിന്നെയും കാണാൻ പറ്റിയില്ല. അതേപോലെ കല്യാണി രവീനൊക്കെ കാണാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര രസമല്ലേ ഇവരുടെ സംസാരം. എനിക്ക് കല്യാണിയുടെയും രവീനയുടെയും മെറിന്റെ ഒക്കെ സംസാരം ഭയങ്കര ചെറു ട്രെയിൻ പോണ പോലെ കുടുകുടു. എനിക്കൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ. ഷോർട്സ് എനിക്ക് ഭയങ്കര പാടായിരുന്നു ആക്ച്വലി ഫസ്റ്റ് ഷോർട്സ് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ ലോങ് ഫോർമാറ്റിലല്ലേ ഇത്രയും കാലമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം വിസ്തരിച്ച് പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ്, എനിക്കിപ്പോൾ ലോങ് ഫോർമാറ്റിൽ വരുന്ന കോമന്റ് ആണ് നിങ്ങൾക്കൊന്ന് ചുരുക്കി പറഞ്ഞൂടെ എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ശീലിച്ചുകൊണ്ട് പ്ലസ് ഷോർട്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇഷ്ടം പോലെ. അപ്പോൾ അതെല്ലാം ചുരുക്കി പറയുമ്പോൾ ഞാൻ ശരിക്കും ലോങ് ഫോർമാറ്റ് വീഡിയോ നമ്മുടെ OG ഓഡിയൻസിനെ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ഒരു പുതിയ ഓഡിയൻസിനെ സത്യം പറഞ്ഞാൽ മനസ്സിൽ വെക്കുന്നില്ല. പുതിയ ഓഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ടാണ് അവരെ മനസ്സിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ലോങ് ഫോർമാറ്റ്, ഇപ്പൊ എന്റെയൊക്കെ ലോങ് ഫോർമാറ്റ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നില്ല ഒരു പുതിയൊരു ഓഡിയൻസ് വന്ന് കാണുന്നുണ്ട്. ഞാൻ ആ ഒരു പേഴ്സണൽ കണക്ഷൻ, നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹം, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നീട്ടി വലിച്ചൊക്കെ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഒക്കെ ഷോർട്സ് പറയുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ ഇത്രയും വർഷമായതുകൊണ്ട് എനിക്ക് അതായത് കട്ടൊന്നും ഇല്ലാണ്ട് 1 മിനിറ്റ് തുടരെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു, അതായത് എല്ലാവർക്കും എന്റർടൈൻമെന്റ് ആവുന്ന രീതിക്കൊന്നും എനിക്ക് പറ്റാറില്ല. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് പറ്റാറുള്ളൂ. എനിക്ക് അങ്ങനെ കോമഡി പറയാം, അങ്ങനെ തള്ള വൈബ് അങ്ങനെയാണെന്ന് പറയാം. പക്ഷെ ഈ പിള്ളേരുടെ ഒക്കെ എന്ത് രസം, ഗ്ലാമി ആണെങ്കിലൊക്കെ ലൈക്ക് ആ സംസാരം, ജാസ്മിൻ ആണെങ്കിലൊക്കെ ആ ഒരു സംസാരത്തിലല്ലേ, അതൊരു ഭയങ്കര ഒരു കഴിവാണ്. ആളുകളെ എന്റർടൈൻ ചെയ്തിരുത്താൻ പറ്റുക പറയണത് ഭയങ്കര ഒരു രസമായിട്ടുള്ള ഒരു കഴിവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട് കുറച്ചുകൂടിയൊക്കെ എന്റർടൈൻ. പക്ഷെ എനിക്ക് അത്ര പറ്റാറില്ല. അപ്പൊ അവരെയും കാണാൻ പറ്റിയാലും എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ ശരണയും കൂടി ഞാൻ മറ്റേ സരോജിനി മാർക്കറ്റ് പോയി ഐ ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിടാ. അത് ഭയങ്കര റിലാക്സ്ഡ് ആ ഒരു ഫീലായിരുന്നു. ശരിക്കും അടിപൊളിയായിരുന്നു.
നിയമക്കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 ദിവസം മാറി അവള് നല്ലോണം ശീലിച്ചു. എൻ്റെ ജോലിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അത് ഇത്രയും കാലം ആയല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഒരു 3 വർഷമായി ഇങ്ങോട്ടും മാറി. ഗോവയിലുണ്ടായിരുന്നു, ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പൊ മാറി നിന്ന് ശീലായി. അപ്പൊ അത് 1-2 ദിവസമൊക്കെ അവള് മാനേജ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ ഇതായി വരുന്നത് അങ്ങനെ വലിയൊരു ഡിപ്പെൻഡൻസ് കൂടെ ഉള്ളപ്പോൾ ശരിയാണ്, ഇത്തിരി ഒട്ടലൊക്കെ ഉണ്ട്, ഇപ്പോഴൊക്കത്തൊക്കെ കയറിയിരിക്കും. പക്ഷെ എന്നാലും അത് പിന്നെ വേണമല്ലോ. നമ്മളെല്ലാത്തിനും കൂടി ഉണ്ടെന്നുള്ളൊരു ഫീല് കുട്ടിക്ക് വേണം. എന്നാൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സർവൈവ് ചെയ്യാനും പറ്റണം. അതല്ലേ നമുക്കും അവർക്കും വേണ്ടത്. അപ്പൊ ആ രീതിക്ക് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഒന്നുമില്ലടാ, ഞാൻ ഇനി ഒന്ന് പോയി കുളിക്കട്ടെ. എനിക്കൊന്നും കൂടി വന്നപ്പോൾ കുളിച്ചതാണ്. പക്ഷെ ഉച്ച വരെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ കഴിഞ്ഞു, കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എയർ ഫ്രയർ ഇതേ കണ്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലോങ് ഫോർമാറ്റിൽ പറയാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇതിലാണ് ഇന്നും ഞാൻ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കഴിക്കണം. അപ്പം എൻ്റെ അനിയനും ഇടയ്ക്കിടയ്ക്ക് വരും. അതായത് വരുമ്പോൾ അവൻ കുറച്ച് നീട്ടിയെടുത്തിട്ട് വരും. അതല്ലെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ വരുമ്പോൾ ഇവിടെ ജിമ്മിൽ വരും എൻ്റെ ഒപ്പം. അപ്പം അവനും ചിക്കനും ഇതൊക്കെ എയർ ഫ്രൈ ചെയ്തത് മാത്രമേ കഴിക്കുള്ളൂ. അവൻ്റെ 4 കിലോ കുറഞ്ഞു. അതായത് ലൈക്ക് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി. കാരണം അവൻ വന്നൊരു 2 മാസത്തിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആവും. എന്തുണ്ടെങ്കിലും ജിമ്മിൽ പോവും. അങ്ങനെയാണ്. ഞാനിങ്ങനെ ഷൂട്ടിൻ്റെ ഇതൊക്കെ വരുമ്പോൾ ഒഴിവാക്കായിരുന്നു. പക്ഷെ അവനെ കണ്ടിട്ട് ഞാനിപ്പോൾ അങ്ങനെ ഷൂട്ടിൻ്റെ കാര്യത്തിലൊന്നും അധികം ഒഴിവാക്കില്ല. ഇങ്ങനത്തെ ഡൽഹിക്ക് അങ്ങനെയൊക്കെ ഉള്ളത് ശരിയാണ്, ഒഴിവാക്കാണ്ടിരിക്കാൻ നിവർത്തി. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ, തൃശ്ശൂർ ഉണ്ടെങ്കിൽ തൃശ്ശൂരത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോക്ക് ഞാൻ ഒഴിവാക്കില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോഴും കുറേ പേർക്ക് സംശയം ഉണ്ടാവുക, ജിമ്മിൽ പോണ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, അതായത് എല്ലാ ദിവസവും പുതിയ സാധനം കുക്ക് ചെയ്ത് അങ്ങനെ കഴിച്ചൂടെ, അല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ വീഡിയോയിൽ ഭയങ്കര ബഹളം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയല്ലടാ. നമ്മൾ വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ വണ്ണം കൂട്ടുക, അതല്ലെങ്കിൽ ഇന്നൊരു ബോഡി സ്റ്റാൻഡേർഡിൽ ഫിറ്റിനാവാൻ വേണ്ടിയിട്ട് ചെയ്യുക, അതൊന്നുമല്ല. എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, വർക്കൗട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയാറില്ല എൻ്റെ കഴുത്തുവേദനയുടെ അങ്ങനത്തെ ഒക്കെ കാര്യം. അതല്ലാണ്ട് ഫ്യൂച്ചറിലേക്ക് നമുക്ക് മൂവ്മെൻറ്റ്, അതായത് മുട്ടുവേദന, നടുവേദന, കൈവേദന, കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നീട്ടിക്കൊണ്ടുപോകാൻ ഭയങ്കര നല്ലതാണ്. ഫിസിക്കൽ എക്സസൈസ് ആണ് ഏറ്റവും എല്ലാത്തിനും ഫസ്റ്റ്, അതും ഫുഡും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ പറയുന്നില്ല. ഇപ്പോഴും എനിക്ക് കോമൻസ് ഒക്കെ കാണുമ്പോൾ, എസ്പെഷ്യലി ഷോർട്സിൽ ശരിയാണ്, എന്നെ അറിയുന്നവരാരും അധികമൊന്നും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു, എന്നാണ് ഇവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുക. അപ്പോൾ എനിക്ക് ഈ കോമൻറ്റിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങനെ വെച്ച് അതിനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് സാരമില്ല. പക്ഷെ എനിക്കറിയാം കുറേ പേര് പോകുന്നുണ്ട് ഇപ്പോൾ വർക്കൗട്ടിന്. അപ്പോൾ പലരും ഇങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കലും അങ്ങനെയൊക്കെ, അതിലൊന്നും വീഴരുത് കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടിട്ട്, കുറച്ചല്ല വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഗോ ഫോർ ഇറ്റ്. അതൊരു ഹാബിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തരുന്ന മെൻ്റൽ സ്റ്റെബിലിറ്റിയും അതാണ്. എല്ലാവർക്കും സമയമെടുത്ത് ജിമ്മിൽ പോകാനുള്ളൊരു പ്രിവിലേജ് ഉണ്ടാവില്ല, എനിക്കറിയാം. അത് എനിക്കൊരു പ്രിവിലേജ് തന്നെയാണ് അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അങ്ങനെ പറ്റിയില്ലെങ്കിലും സാരാക്കണ്ട, വീട്ടിൽ ചെറിയ ചെറിയ വർക്കൗട്ട് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മിസ്സിൽ വന്നല്ലോ അല്ലേ? മിസ് ചോറ് വെച്ചതാണ്. അപ്പം അത്രയേ ഉള്ളൂടാ. ഞാനിനി എഡിറ്റ് ചെയ്യാൻ അല്ല പോയി കുടിക്കട്ടെ. ഒരു ചൂടല്ലേ, മഴയില്ലെങ്കിൽ ഭയങ്കര ചൂട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, അങ്ങനെ ഒരവസ്ഥ. അപ്പോൾ ലവ് യു ഓൾ സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത അശ്രീ മലയാളത്തിലുണ്ടാവും, അല്ലെങ്കിൽ അശ്രീ വ്ളോഗ്സിലുണ്ടാവും, ഏതിലെങ്കിലും ഒന്നിൽ നമുക്ക് കാണാം. ലവ് യു ഓൾ സോ മച്ച്. ബൈ.